വെരി റാൻഡംലി പരിചയപ്പെട്ട ഒരാളാണ് എന്നെ സംബന്ധിച്ച് ജീവയെ സംബന്ധിച്ച് ഞാനിന്ന് സത്യം പറയട്ടെ ഗ്രേനെ കൊണ്ടുവരാതെ വിചാരിച്ചതാ. ഞാൻ സത്യം പറയട്ടെ ഗ്രേനെ കൊണ്ടുവരുമെന്ന് ചോദിക്കാനിരുന്നതാ. നിങ്ങൾ വരുമ്പോ തന്നെയുള്ള ഒരു എനർജി, ഒരു സന്തോഷമുണ്ട്, സീരിയസ്ലി ഉണ്ട്. ഞാൻ അമ്മയുടെ ഒരു 3 things ചോദിക്കുകയാണെങ്കിൽ ടു സേവ് മണി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാ നിങ്ങൾ പൈസ സേവ് ചെയ്യാൻ നോക്കാറ്? അതാണ് good boys goes to heaven, bad boys goes to mango. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ പോയി ട്രാവൽ ചെയ്യുമ്പോ യാത്ര ചെയ്യുന്നു, വെറുതെ ഇരിക്കുമ്പോ ഫ്രീ ആയിട്ട് എന്താ നിങ്ങളെ അമരം മൂവിയില് അലവലാതി കളിക്കലും മോനെ ഇക്ക എന്താ ചോദ്യം? ഷാനിക്കയുടെ ഒരു ബൈറ്റിന് വേണ്ടി എന്റെ ജീവച്ചേട്ടാ കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതാ. അതെ, ഞാൻ ആ ലുക്ക് കണ്ടറിയാം. എഴുന്നേറ്റ ഉടനെ കണ്ണൊക്കെ ഇങ്ങനെ തിരുമി വന്നിരുന്ന വീഡിയോ എടുക്കാം പാവം. പക്ഷെ നിങ്ങൾ തന്നെ തൊട്ട് മുന്നെയാണ് എനിക്ക് ഷാനിക്ക വീഡിയോ അയച്ചത്. അതേ പറഞ്ഞ അത് ഭാഗ്യമായിട്ട് കരുതാ. അത് കിട്ടിയല്ലോ. താങ്ക് യു ഷാനിക്ക. സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന കമ്പോസ് ചെയ്യുന്ന സമയത്തല്ലാതെ ഇതേപോലൊരു മടിയ ഭയങ്കര മടിയാ. വയ്യാവാട് കൊടുക്കാം, എല്ലാത്തിനും മടിയാ. ഷാനികയ്ക്ക് ഒരു പാന്റ് എടുത്തിടാൻ പോലും മടിയാ. ഷോർട്സ് മാത്രം ഇട്ട് നടക്കുള്ളൂ. ഷോർട്സ് എവിടെ പോയാലും ഷോർട്സ് മാത്രം, ഒരു ഏതെങ്കിലും ഒരു നോർമൽ ചെരുപ്പ്. എന്നാ ഒരു 10-30 ഷൂസ്, ബ്രാൻഡഡ് ഷൂസ് ഒക്കെ മേടിച്ചു വെക്കും. ഒന്നും ഇടൂല. കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ. അതെ, ലോ ലഗേജ് മോർ കംഫർട്ട്. ചോദ്യം അപ്പൊ എന്റെ ഇഷ്ടമുള്ള ക്വാളിറ്റിയും ഇഷ്ടമില്ലാത്ത ക്വാളിറ്റിയും സെയിം ആട്ടോ. She's damn straight. ഒരു മാറ്റമില്ല. എനിക്ക് തോന്നുന്നു എന്റെ മറ്റേ ഇന്റർവ്യൂലും ജീവിച്ചാണ് ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിലർക്ക് ചില സമയത്ത് അതൊരു ബാഡ് ക്വാളിറ്റി ആയിട്ട് തോന്നും, അത്രയും സ്ട്രൈറ്റ് ആവണ്ടെന്ന് തോന്നും. ചില സമയത്ത് അത് ഗുഡ് ക്വാളിറ്റി ആയിട്ട് തോന്നും. അത് ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. എനിക്കില്ലാത്ത സാധനം അതാ. ഞാൻ അത്ര പറയാനുള്ള കാര്യമാണെന്ന് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയത്തില്ല. പക്ഷെ ആസ് എ കപ്പിൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഗുണം ചെയ്യും. കാര്യം ജീവ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങള് സ്ട്രൈറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവ ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. ആസ് ഇൻ ജീവയ്ക്ക് ഒരു കാര്യം നോ പറയേണ്ടടുത്ത് നോ പറയാൻ ഇച്ചിരി മടിയാണ്. ഞാനും അങ്ങനത്തെ ഒരാളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ആസ് എ കപ്പിൾ ഞങ്ങളെ ബാക്കിൽ നിന്ന് കുത്തും എല്ലാരും ഇല്ലേ? അപ്പം ഒരു പാർട്ട്ണർ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നാലേ ആ ഒരു സ്മൂത്ത് റൈഡ് ഉണ്ടാവുള്ളൂ. ജീവയ്ക്ക് ആ ഇതില്ലെങ്കിൽ മേ ബി അത് എനിക്ക് ഉണ്ടാവണമല്ലോ. ചിലപ്പോ എനിക്ക് ഒരു ബാഡ് തിങ് ആയിരിക്കും. ബാഡ് ക്വാളിറ്റി എന്ന് നമ്മൾ പറയില്ല. ക്വാളിറ്റി ഈസ് ഓൾവേസ് എ ഗുഡ് തിങ്. ബാഡ് ക്വാളിറ്റി എന്ന് പറയില്ല. പക്ഷെ ഒരു ബാഡ് തിങ് ആവുമല്ലോ എനിക്ക് അത് ഉള്ളത്. പക്ഷെ ആസ് എ കപ്പിൾ ഞങ്ങൾക്ക് അത് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. ജീവ എപ്പോഴും പറയില്ല കുറെ കാര്യങ്ങള്. ഞാൻ പറയും ജീവ അത് ചേട്ടന്റെ കാര്യങ്ങൾ വരുമ്പോഴും ചേച്ചി ജീവനോട് പറയും ഞാൻ സംസാരിക്കില്ല. ഞാൻ സംസാരിക്കുന്നത് അവിടെ റെലവെന്റ് ആയിട്ടുള്ള പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ അവസാനം പറയും again decision is yours. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല, ഇതുപോലെ ഞങ്ങളിപ്പോ നിങ്ങളുടെ രണ്ടുപേരും ഒരു ഡിസ്കഷൻ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് ജീവയുടെ ചില കാര്യങ്ങളിലെ അപർണ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് എന്നുള്ളത്. പക്ഷെ അതിന്റെ റീസൺ ഇത് മാത്രമാണ്. അതിപ്പോ എനിക്ക് ഇവിടെ പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ മെജോറിറ്റി ഞാൻ ഡിസിഷൻ എടുക്കാറില്ല. പക്ഷെ ഡിസിഷൻ ഹെൽപ്പിംഗില് ഡിസിഷൻ മേക്കിംഗിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്നോട് ചോദിക്കും എന്താണ് ഞാൻ പറയേണ്ടത് കാര്യം. അതെങ്ങനെ ഞാൻ പറയുമ്പോ അതിനെങ്ങനെ പോയാലും ഒരു സോഫ്റ്റ് ടച്ച് വരും. എനിക്ക് ആ ചില സമയത്ത് എനിക്ക് സോഫ്റ്റ് ടച്ച് വരണം എന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിക്കും. ഏറ്റവും ചെറിയ എക്സാമ്പിൾ ഇപ്പൊ നീ വിളിച്ചിട്ട് ചേട്ടാ 6th നമുക്ക് ഷൂട്ട് ചെയ്യാം. 6th ഓൾറെഡി ചിലപ്പോ ജീവയ്ക്ക് 2 പരിപാടി ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ വേറെ ഒരു പരിപാടി ഉണ്ടാവും. പക്ഷെ അപ്പൊ നിന്നെ അയ്യോ 6th അവള് വിളിച്ചല്ലോ, അപ്പൊ അവളോട് എങ്ങനെ പറയുന്നുള്ളതാണ്. പാറു നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 12:45 ചെയ്താലോ? 12:45 അല്ലെ 12:30 നമ്മൾ ഒരിക്കലും എത്തില്ല. നമുക്ക് രാവിലെ ഒരു ഷൂട്ട് ഉണ്ടെങ്കിൽ, ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരിക്കലും ഓൺ ടൈം നടക്കുന്ന പരിപാടികളല്ല. ഡിലേ ആകും, എങ്ങനെ പോയാലും ഡിലേ ആവും. അപ്പൊ ഞാൻ ജീവനോട് പറയുന്നത് എന്തിനാ അവളോട് അങ്ങനെ പറയുന്നത്?
അന്നത്തെ ദിവസം ക്യാൻസൽ അവൾ വിളിക്കുമ്പോ പറഞ്ഞാൽ മതി, നമുക്കന്ന് വേറെ പരിപാടിയുണ്ട്, 6th പറ്റത്തില്ല, 7th ചെയ്യാം. ഞാൻ അങ്ങനെ പറയും, പാറുവേടാ 6th പറ്റത്തില്ല എന്ന് ഞാൻ പറയും. ജീവ പറയും നോക്കിയാലോ ചെയ്താലോ അങ്ങനെയൊക്കെ പറയും ആളാണ്. അപ്പൊ എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ വിളിച്ച സമയത്ത് ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു എടാ ഫസ്റ്റ് വീക്ക് നമുക്ക് നോക്കാം, നീ ഡേറ്റ് നോക്കിയിട്ട് പറയാമെന്ന്. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇല്ല ചേച്ചി ഫ്രീ ടൈം നോക്കിയിട്ട് പറഞ്ഞു. പക്ഷെ അതിന്റെ ഒപ്പം എന്നോട് പറഞ്ഞാല് നീ ഒന്ന് ജീവിയോടും കൂടെ ചോദിച്ചേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയം ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചു, ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാണ് ചേച്ചി ഒരുമിച്ചിരിക്കുമ്പോൾ ജീവിച്ചോട് ചോദിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ പോരെ എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കണം എന്നുണ്ടായി. പിന്നെ ഞാൻ വെച്ചു പ്രൊഫഷണൽ ഡീലിംഗ് ആയിരിക്കാം, ഇപ്പം എന്നോട് വിളിച്ച് ഒരാള് ഷിറ്റുവിന്റെ കാര്യം ചോദിക്കുമ്പോ ഞാൻ പറയും കോണ്ടാക്ട് ചെയ്തോ. എന്നോട് ഇപ്പൊ റീസെന്റ് ഏതോ ഒരു വർക്കിന്റെ കാര്യത്തിൽ എന്നോട് ചോദിച്ചു ജീവ അപ്പൊ ഏത് ഔട്ട്ഫിറ്റോ ജീവ എന്തായിരിക്കും ഇടാന്ന്. ഞാൻ പറഞ്ഞു അത് ജീവയോട് ചോദിക്കാം, ഞാൻ പറയാം എനിക്ക് അറിയില്ലാന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അവരോട് വിചാരിക്കണേ അറിയില്ലേ ഇവരെ ഒരുമിച്ചല്ലേ ഇവരൊരു വീട്ടിലല്ലേ താമസിക്കുന്നത്, അവരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, നമുക്ക് അവരെന്താ ചിന്തിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ജീവനോട് ഡയറക്ട്ലി ചോദിച്ചോളൂ. ഫോൺ കവേഴ്സ് സെൽ ചെയ്യുന്ന പേജസ് ഇല്ലേ ഇൻസ്റ്റഗ്രാമില്, അപ്പൊ അവർക്ക് എനിക്ക് എന്തോ കൊളാബ് ചെയ്യാനായിട്ട് അവര് എന്നോട് പറഞ്ഞു ചൂസ് ചെയ്യാമോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഇത് അയച്ചോളാൻ പറഞ്ഞു. ജീവ സാറിന് കൂടെ ഒന്ന് ചൂസ് ചെയ്യാവോ. ഞാൻ പറഞ്ഞു ജീവ സാറിന് ചൂസ് ചെയ്യാനുള്ളത് ജീവ സാർ ചൂസ് ചെയ്തോളൂ, എനിക്കറിയില്ല ജീവയ്ക്ക് ഏതാ ഇഷ്ടം, അപ്പൊ അതുകൊണ്ട് ജീവ സാറിന് DM ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അവര് വേണിക്കണ്ട ഓഹോ ജീവ സാറിന് ഏതാ ഇഷ്ടമെന്ന് അറിയില്ല, ഇവരെല്ലാം കാണിക്കുന്ന മൊത്തം ഫേക്കാണ്, ഇവര് ഒരുമിച്ച് വീട്ടിലല്ല, ഇവരൊരു കപ്പിളല്ല, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ച 9 വർഷം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും 2 ഇൻഡിവിജ്വൽസ് അല്ലേ, അത് ഞങ്ങൾ ഇപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ല എനിക്ക് നിങ്ങളെ അറിയുന്നോണ്ട് ചേച്ചി അത് പറഞ്ഞപ്പോ ഞാൻ എന്നാലും വീട്ടിൽ ഒന്നിച്ചു വരുമ്പോ ചോദിച്ചാ പോരെ എന്ന് ചിന്തിച്ചെങ്കിലും പിന്നെ ഞാൻ ഒരു പ്രൊഫഷണൽ കാര്യമാണ്. ആദ്യത്തെ ചിന്ത ഏതാ, പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഡീൽ ചെയ്യുന്നത്. അതെ അതെ അത് അത്ര ഉള്ളൂ. എന്റെ ബാഡ് ക്വാളിറ്റി പറയും ഇത് തന്നെയാണ്, ഇത് തന്നെ അങ്ങോട്ട് പറഞ്ഞ തിരിച്ചു പറയാന്ന്. അല്ല ഇതൊക്കെ തന്നെയാണ്, അല്ലാണ്ട് മേജർ അങ്ങനത്തെ ജീവയുടെ ബാഡ് ഒരു ക്യാരക്ടർ പ്രോബ്ലം ക്യാരക്ടർ ഇഷ്യൂസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ സ്ട്രേറ്റ് ആയതുകൊണ്ട് ഞാൻ മൂത്തൊക്കെ പറയുകയും ചെയ്യും, കളിക്കലെ മോനെ എന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞിട്ട് അടിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഉണ്ടായിട്ടുണ്ടോന്നോ? തീർച്ചയായിട്ടും റീസെന്റ് കൂടെ ഉണ്ടായില്ലടാ. അടി ആരോ ഇല്ലാത്ത നല്ല അടി ഉണ്ടാവും. നമ്മളെല്ലാപ്പോഴും കെട്ടിപ്പിടിച്ചോ അയ്യോ അങ്ങനൊന്നും അല്ല. എന്താ 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 എനിക്ക് സൗകര്യമില്ല, ഞാൻ ചെയ്യത്തില്ല. എന്നിട്ട് 2 വഴിക്ക് പോവും, ഹലോ കറങ്ങി വരും, അടി ഉണ്ടാവും, വഴക്കിട്ടിരിക്കും, ഉണ്ടായിരിക്കും, അതൊക്കെ ഒക്കെ ചെയ്യും. ഓക്കെ, നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് എവറി ഡേ ഡെയിലി ചെയ്യുന്നൊരു ഫോൺ വിളി അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ ജീവ അല്ലെങ്കിൽ അപ്പു നമുക്ക് ഇത് മസ്റ്റാണ്, നമ്മൾ ഇത് ചെയ്യണം എന്ന് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവോ? അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം. ഇല്ല ഞാൻ പറയാം, രാവിലത്തെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് രാവിലെ എഴുന്നേറ്റ് കുടിക്കുന്ന നമ്മള് ചായയില്ലേ ഫസ്റ്റ്, അത് മിക്കപ്പോഴും നമ്മൾ ഒരുമിച്ച് റൂമിലായിരിക്കും ഇരുന്ന് കുടിക്കുന്ന. മിക്കപ്പോഴും ചില ദിവസങ്ങളിൽ ഞാൻ കുറച്ചധികം നേരം ഉറങ്ങും. എനിക്ക് ഉറക്കം ഭയങ്കര മസ്റ്റാ. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേക്കുന്ന ഒരാളേ അല്ല. അപ്പൊ ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കേ എഴുന്നേക്കുള്ളൂ. എങ്ങനെ പോയാലും അത്രയും നേരം ആവും. പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോ ജീവയ്ക്ക് എവിടെയെങ്കിലും പോകാനെങ്കിൽ ജീവ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ചായ കുടിക്കും. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പയ്യെ വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ ചായ കുടിക്കുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേക്കുന്ന ദിവസങ്ങളാണ് മോസ്റ്റ്ലി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവയ്ക്കും മസ്റ്റാ രാവിലെ ഒരു ചായ. പണ്ട് ഞാൻ ഇതൊന്നും അല്ലായിരുന്നു, ഇഷ്ടംപോലെ ചായ കുടിക്കാൻ. ഇപ്പൊ കുറഞ്ഞു. എത്ര കുടിക്കായിരുന്നു ഒരു ദിവസം? പണ്ട് ഞാൻ 7, 6, 7 അമ്മയുള്ളപ്പോ എനിക്ക് ഇങ്ങനെ ചായ ഇട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചായ കുടിക്കും, അമ്മയും ചായ കുടിക്കും, എന്റെ അമ്മാവൻ. പക്ഷെ അത് കേടാ, ഒത്തിരി ചായ കുടിക്കാൻ പാടില്ല. എനിക്കും ചേച്ചി വന്നതിന് ശേഷം എനിക്ക് ആ ശീലം മാറിയതല്ലേ? അതെ, ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് ശീലം മാറ്റിയതുകൊണ്ടല്ല, ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പം 2 ചായ 3 ചായ, ചിലപ്പോ പുറത്തൊക്കെ കൂട്ടുകാരൊക്കെ പോകുമ്പോ ഇടക്കിടക്ക് വൈകിട്ടൊക്കെ ചായ കുടിക്കാൻ പോകുമ്പോ ചിലപ്പോ ഒറ്റ നിപ്പി 3 ചായ ഒക്കെ കുടിക്കും വെറുതെ. അല്ല അതാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. കോൺസ്റ്റന്റ് ആയിട്ട് മിക്ക ദിവസങ്ങളും ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അല്ലാതെ അങ്ങനെ കാര്യം നമ്മളിപ്പോ ഷൂട്ടിലൊക്കെ പല സമയത്ത് പലയിടത്തായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും ഒരേപോലെ കാര്യം ഉച്ചയ്ക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാൻ പറ്റാറില്ല, എല്ലാ ദിവസവും പറ്റാറില്ല.
ഒരുമിച്ച് ഡിന്നർ കഴിക്കാനും പറ്റാറില്ല. ഉള്ള ദിവസങ്ങളും ഒരുമിച്ച് കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ ഈ രാവിലെ എഴുന്നേറ്റുള്ള ചായയാണ് മോസ്റ്റ്ലി പറ്റുന്ന ഒരു ആക്ടിവിറ്റി. അതാണ് ചെയ്യാറ്. ഇപ്പൊ ഷാനിക്ക പറഞ്ഞു ഷാനിക്കയുടെ ലൈഫിൽ കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾ രണ്ടുപേരും. അതേപോലെ തന്നെ കേട്ടോ ഞങ്ങൾക്കും ഞങ്ങളുടെ ലൈഫിൽ കിട്ടിയ ബ്ലെസ്സിങ് ആണ് അവര്, ആ ഫാമിലി. അതെ, ഞങ്ങള് ഷാനിക്കയുടെ വീട്ടില് ഞങ്ങക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ ഫാമിലിയിലെ രണ്ടുപേരെ പോലെ തന്നെയാണ്. നമ്മള് മന്ത്ലി എങ്ങനെ പോയാലും ട്വൈസ്, ഉറപ്പ് മന്ത്ലി ട്വൈസ് എന്തായാലും ഒരു വീക്കെൻഡ് അവരുടെ കൂടെ ആയിരിക്കും. നമ്മളൊരു ഫ്രൈഡേ അവരുടെ വീട്ടിൽ 3 പേര്, ഷാനിക്കയും ഇത്തയും റയും, നമ്മുടെ വീട്ടില് 3 പേര്, ഞാനും അപ്പവും ഗ്രേയും കൂടെ വാതിൽ തുറന്ന് ഞാൻ ഗ്രേയെ വിടും. ഓടി ഗ്രേ ഷാനിക്കടുത്തിട്ട് ആദ്യം പോളൂ. ഷാനിക്കയുടെ ഭയങ്കര കാര്യമാണ്. ഷാനിക്കടുത്തിട്ട് പോവും. ഷാനിക്കയുടെ അപ്പൊ എന്നിട്ട് പിന്നെ ഗ്രേ അവിടെ ഉണ്ടാവും. ഞങ്ങള് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങള് 5 പേര് വർത്താനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് രാത്രി ചിലപ്പോ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ട് ചിരിച്ച് നമ്മൾ വയ്യാണ്ടാവും അവിടെ പോയാ. കോമഡി ഒക്കെ പറഞ്ഞ് ഗ്രേ പിന്നെ ഷാനിക്കയുടെ റൂമിൽ പോയി അപ്പിയൊക്കെ ഇടും. ഇത് നമ്മളിപ്പം ടെലികാസ്റ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 13-ാം തീയതി. ഫെബ് 20 അത് കൃത്യം 10 ദിവസം കഴിഞ്ഞ് 24-ാം തീയതി ഷാനിക്കയുടെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള ഷാനിക്കയുടെ കോൺസേർട്ട്, ഉയിരെ എന്ന് പറയുന്ന കോൺസേർട്ട് ദുബായിൽ 24-ാം തീയതിയാണ്. അപ്പൊ ദുബായ് ഉള്ളവര് നിങ്ങൾ വന്ന് കാണാൻ. ദുബായിലില്ലാത്തവർ ഇവിടുന്ന് ദുബായിക്ക് വരൂ. ദുബായ് യാത്ര ആവുമല്ലോ. പറഞ്ഞു പാവം കോൺസേർട്ടിന്റെ തിരക്കുണ്ട്, അതുണ്ട് ഇതുണ്ട്, അതിന്റെ ഇടയിലാണ് ഇന്ന് രാവിലെ എനിക്ക് വേണ്ടിട്ട് ഈ സാധനം പെട്ടെന്ന് ചെയ്തത്. അതിക്കടെ കുറെ വർഷമായിട്ടുള്ള ഒരു ഡ്രീം. അപ്പൊ അതിന്റെ സംസാരമൊക്കെ നമ്മളെല്ലാം അങ്ങനെ കുറെ കാര്യങ്ങൾ. ഞാൻ ഇന്നൊരു കോൺസേർട്ട് പിന്നെ ഹോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇക്കയുടെ കോൺസേർട്ടാണ്. അടുത്ത ഉണ്ടാവുമല്ലോ. പറഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ ആലോചിക്കണേ, ഇപ്പൊ നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ കാണുമ്പോ ഇപ്പൊ എല്ലാ വീക്കെൻഡ്സ് ആരെങ്കിലും പുറത്തും ഇപ്പൊ ഈ ബന്ധങ്ങളെ കീപ്പ് ചെയ്യണത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പുറത്ത് പോവാം അങ്ങനെ വിചാരിച്ചിട്ട് ഒരു സ്പേസ് അതിന് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വളരെ കുറച്ച് സർക്കിൾസേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, ഞാൻ ജിക്സൺ ചേട്ടനെ എനിക്ക് കിട്ടിയില്ല, ഉള്ളാരും തുറന്ന് പറയാലോ. ജിക്സൺ ചേട്ടനെ ഞാൻ വിളിച്ചപ്പോ ഞാൻ ആദ്യം ചോദിക്കണേ, ചേട്ടാ ജീവൻ ചേട്ടനാ പറഞ്ഞ ചേച്ചി അവിടെ ഉണ്ടാ? ഇല്ല, ആരാ? ഞാൻ പറഞ്ഞു ഞാൻ പാർവതി ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു. കാരണം സ്റ്റാറ്റസിൽ സ്റ്റോറിയിൽ ഇങ്ങനെ കണ്ടു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആദ്യമേ ചോദിച്ചത് ഉണ്ടല്ലേ? ഇല്ല, കിട്ടിയില്ല. എന്തോ തിരക്കിലാണ്. അവര് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു ഗ്യാങ് ഉണ്ട് നമുക്ക്. ഷാനിക്ക, അങ്ങനെ നമുക്ക് വളരെ ഒരു 3-4 സർക്കിൾസ് ഉണ്ട്. പക്ഷെ ആ സർക്കിൾസ് നമ്മൾ ഭയങ്കര കംഫർട്ടബിളും ആണ്, ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡും ആണ് ആ സർക്കിൾസ് ആയിട്ട്. അവിടെയൊക്കെ നമ്മള് അപ്പൊ ഫ്രീ ഉള്ളപ്പോ എവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എവിടെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഇപ്പൊ ഇന്നലെ അല്ല, സിജയുടെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ 2 നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റോറിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഏതോ റാൻഡം ഒരു ഇൻസ്റ്റഗ്രാം ഒരു ആള് മെസ്സേജ് അയച്ചതാ, മാൻ യു ഗൈസ് ഹാവ് സോ മെനി ഫ്രണ്ട്സ്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാക്കി, ശരിയാണല്ലോ, അന്ന് തന്നെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ വേറെ ഗ്രൂപ്പ്. എറണാകുളത്ത് മരടിൽ ഒരു പരിപാടി നടക്കുന്നു. പിന്നെ അവിടുന്ന് അടുത്ത പിന്നെ ഫ്രണ്ടിനെ കാണാൻ നമ്മൾ ആലുവയ്ക്ക് പോയി രാത്രി. 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ 2 സ്ഥലത്ത് എത്താൻ പറ്റുന്നിടത്തൊക്കെ അങ്ങനെ ഓടിയെത്തും. ബന്ധങ്ങളുടെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പൊ അവരുടെ പരിപാടിയൊക്കെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. ബാക്കിയൊക്കെ നമ്മള് ജസ്റ്റ് തല കാണിച്ചിട്ട് വരാം, തല കാണിക്കൽ പരിപാടികൾ. എന്തായാലും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ കപ്പിൾസ് ആണ് ഞാൻ ചോദിക്കുകയാണ്, ലൈക്ക് നിങ്ങൾക്ക് സോൾമേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാനുള്ളത്? സോൾമേറ്റ്സ് എന്ന് പറയുന്നതിനെ കുറിച്ച്. സോൾമേറ്റ്സ് അത് ആയിത്തീരുന്നതല്ലേ? അത് പല അർത്ഥത്തിലുണ്ടാവും. നമുക്ക് എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഒത്തിരി വർഷം എന്താ പറയാ ഇങ്ങനെ റിലേഷൻ ഒക്കെ ആയിട്ടിരുന്ന് എൻഡഡ് അപ്പ് ഇൻ മാരേജ് അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സോൾമേറ്റ് ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി വർഷമൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കല്യാണത്തിന് മുമ്പ്, കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളത്, കല്യാണത്തിന് മുമ്പൊന്നും ഒത്തിരി നാളൊന്നും അറിയാം. വെരി റാൻഡംലി പരിചയപ്പെട്ട ഒരാളാണ് എന്നെ സംബന്ധിച്ച് ജീവയെ സംബന്ധിച്ച് ഞാൻ. പക്ഷെ അത് ഞങ്ങളുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഈ ആദ്യം പറഞ്ഞ സാധനത്തിന്റെ കോൺട്രഡിക്ടറി ആണ്.
ഒത്തിരി വർഷം ഉണ്ടായിട്ട് ഇത് തന്നെയാണ് എന്റെ സോൾമേറ്റ് എന്നൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് നേരം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഞങ്ങളെ കല്യാണം ഫിക്സ് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ അതാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാ. ഞാൻ സോൾമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ സോൾമേറ്റ്സ് മതി. പുറത്തുനിന്ന് ഒരാൾ വേണ്ട അവരുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കാനും അവരുടെ കാര്യങ്ങൾ സോർട്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും. അത് സോൾമേറ്റ്സ് ഡീൽ ചെയ്തോളൂ. ഞാൻ അങ്ങനെയും കൂടെ വേണമെങ്കിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. സോൾമേറ്റ്സ് മതി, എന്തെങ്കിലും അവർ തന്നെ ഡീൽ ചെയ്തോളൂ, അത്രേ ഉള്ളൂ. ഒരു തേർഡ് പാർട്ടി വേണ്ട. ഇന്ന ആള് പറഞ്ഞു കൊടുത്തിട്ട് ഒരു അഡ്വൈസ് കിട്ടിയിട്ട് വേണ്ട. അതിപ്പം പിന്നെ സ്നേഹമാണെങ്കിലും വഴക്കാണെങ്കിലും അങ്ങനെയും പറയാം. നിങ്ങളുടെ ഇടയിലും അങ്ങനെ തന്നെ സ്നേഹമാണെങ്കിലും വഴക്കാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഉള്ളു ഡീൽ ചെയ്യാം. നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ. ഇപ്പൊ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കാണെങ്കിൽ പോലും ഞാൻ ബ്രേക്കപ്പ് ആകാൻ പോവാ, ഞാൻ നിർത്താൻ പോവാ, നിങ്ങൾ അങ്ങനെ ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ബ്രേക്ക് അതാ പറഞ്ഞ നമുക്കത് പറയാനുള്ള ടൈം കിട്ടിയിട്ടില്ല. കല്യാണത്തിന് മുന്നേ അങ്ങനെ പറയാനുള്ള ഒരു ടൈം ഒന്നും കിട്ടിയിട്ടേ ഇല്ല. നമുക്ക് ഞാൻ ബ്രേക്കപ്പ് ആവുമ്പോ എനിക്ക് മതിയായി എന്നൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ ബ്രേക്കപ്പ് എന്ന് ഞാൻ പറയത്തേ ഇല്ല. ഇനി എനിക്ക് മതിയാ അങ്ങനെ ഇല്ല. അങ്ങനെ മതിയാ അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരത്തില്ല എന്തായാലും. നല്ല എന്റെ ഷിട്ടുമണി സൂപ്പറാണ്. പിന്നെ അല്ല, ഞാൻ പ്രശ്നം ഞാനാണെങ്കിലും ആണോ ചേച്ചി? ഇടയ്ക്ക് ഇച്ചിരി ഡോസ് ഒക്കെ നമുക്ക് കൊടുക്കണ്ടേ? നല്ല ഗ്രേ വന്നതിന് ശേഷം എന്തൊക്കെയായിരുന്നു രണ്ടുപേർക്കും വന്ന മാറ്റം? ഞാനിന്ന് സത്യം പറയട്ടെ, ഗ്രേനെ കൊണ്ടുവരാതെ വിചാരിച്ചതാ. ഞാൻ സത്യം പറയട്ടെ, ഗ്രേനെ കൊണ്ടുവരുമെന്ന് ചോദിക്കാനിരുന്നതാ. പക്ഷെ ഈ ഗ്രേ കൊണ്ടുവന്ന ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഒരു ബലൂൺ പൊട്ടിയില്ലേ, പിന്നെ അവനെ നമുക്ക് കാണാൻ കിട്ടും. അവൻ ആ കട്ടിലടിയിലൊക്കെ പോകും. ഭയങ്കര പേടിയാ. ബലൂൺ കണ്ട അവൻ അറിയാം ഇത് ആ സാധനമാണ്, പൊട്ടുന്ന സൗണ്ട് ഭയങ്കര പേടിയാ. ഭയങ്കര പേടിയാ. അതും പടക്കവും ഇടിമിന്നലുമാണ് അളിയന് പേടി. വാഷിംഗ് മെഷീന്റെ ഇടയിലൊക്കെ പോയിരിക്കും. പിന്നെ ഞങ്ങള് തുണി നമ്മള് വാഷ് ചെയ്തിട്ട് ഉണക്കാൻ ആ ഒരു റാക്ക് പോലത്തെ സാധനം അതിന്റെ അടിയിലൊക്കെ പോയിരിക്കും. പേടിയാ, ഭയങ്കര പേടിയാ. അല്ലെങ്കിൽ പിന്നെ അവനെക്കാളും വലിയ ബ്രീഡിനെ വല്ലതും കാണണം. പെറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ പറയാൻ ബഹളം, അവിടെ ചെല്ലുമ്പോ കൊരയൊക്കെ കാണാം. അവിടെ വല്ല ഡാഷോ ലാബോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെക്കാളും വലുതാണല്ലോ. പിന്നെ മരിച്ച് ഇറക്കി വിട്ടാ പോലും പോത്തില്ല. പിന്നെ ഇഞ്ചക്ഷനും പേടി. വാക്സിനേഷൻ ഒക്കെ എടുത്തേ ഉള്ളൂ. ക്ഷീണമായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം ഇങ്ങനെ വന്നിട്ട് ഒരു ഇങ്ങനെ അവൻ വന്നതിന് ശേഷം ഭയങ്കര പോസിറ്റീവ്. നമ്മള് വാതിൽ തുറക്കുന്നത് അവനെ കാണാനാ വീട്ടില്. ഓൾസോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വെറുതെ വരുന്നു, നടന്നങ്ങ് പോകുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഇത് നമ്മള് ഡോറ് തുറന്ന് വരുമ്പോ തന്നെ നമ്മള് ചിരിച്ചും കളിച്ചൊക്കെ ഗ്രേ എന്നൊക്കെ പറഞ്ഞ മമ്മി ഡാഡി ഉണ്ടെങ്കിൽ ആദ്യം ഗ്രേ എത്തും, പുറകിന് അവരെത്തും, വാതിൽ തുറക്കുമ്പോ തലയൊക്കെ ചാടി വരും. ഞാൻ പിന്നെ അവിടെ കിടക്കും, കിടന്ന് കുറച്ച് കളിപ്പിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിലായിരിക്കും. വാതൊക്കെ തുറന്ന് നമ്മൾ അടച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോ സൈഡിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് അനങ്ങൂല. അത് കാണിച്ചു ഞാൻ ഇങ്ങനെ നടക്കുമ്പോ അളിയൻ ഇങ്ങനെ ഉണ്ട്, അളിയനെ അറിയാം, ഇങ്ങനെ നോക്കും. എന്നെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ നോക്കും. ഞാൻ വിളിക്കും ഗ്രേ, കണ്ണ് മാത്രം ഇങ്ങനെയൊക്കെ കിടക്കും. അതായത് നിലത്ത് വാൾപേപ്പർ ഒട്ടിച്ച പോലെ കിടക്കുന്നത്. അപ്പം ഇത് ഫ്ലോർ ആണെങ്കിൽ മൂക്കിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ കണ്ണ് ഇങ്ങനെ മുടി ഉണ്ടാവും. കിടന്നു നോക്കിയാലേ കണ്ണ് നമ്മൾ ശരിക്കും ഉറങ്ങുന്നു, പക്ഷെ അങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഫുൾ പോസിറ്റീവ് ആണ്. അതിപ്പോ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ വീഡിയോ കണ്ടപ്പോ ശരിക്കും കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ കണ്ടത്. ഭയങ്കര സന്തോഷം. ഞങ്ങള് വരുന്ന ദിവസം അറിയാം അവന്. മമ്മി ഡാഡിയും പറഞ്ഞേക്കാം, ഞങ്ങള് വരുന്ന ദിവസം അവൻ വാതിൽ നിന്ന് മാറും, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പോയി നോക്കിയിട്ട് തിരിച്ചു വരും. അന്നത്തെ ദിവസം അവൻ വാതിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും ആവുന്നുണ്ടാവുമായിരിക്കും, അറിയില്ല. ഓക്കെ, എന്നൊരു വീഡിയോ കൂടെ കാണാം. ആണോ? ഗ്രേഡ് ആണെന്ന് പറയരുത്. പറയുന്ന വീഡിയോ പറയരുത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വളരെ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. ഒരുപാട് യാത്രകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഞങ്ങൾ എനിക്ക് തോന്നുന്നു പകുതിയിലധികം പബ്ലിക് ഡൊമൈനിലുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പാണ് എനിക്ക് ഇവർ രണ്ടുപേരായിട്ടുള്ളത്. അപർണ ആണെങ്കിലും ജീവിയാണെങ്കിലും രണ്ടുപേരും സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള രണ്ടാളുകളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ ടാലന്റ് കൊണ്ട് അവർ സ്വയം വളർന്നു വന്ന രണ്ടുപേരാണ്. ഇപ്പോൾ എൻ്റെ കസിൻസൊക്കെ അപ്പുവിനെ കുറിച്ച് പറയാറുണ്ട്, ഞാൻ മേക്കപ്പ് പഠിച്ചത്
അപ്പുവിന്റെ ചാനൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അപ്പുവിന്റെ വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. ഒരു ഫാഷൻ ഐക്കണായി മാറിയിരിക്കുകയാണ് അപ്പു. അതുപോലെ തന്നെ ഒരു കൾച്ചറൽ ബ്രാൻഡ് അംബാസിഡറാണ്. ഞങ്ങൾ റെഗുലർ ആയിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ ചെറിയ ചെറിയ ഗ്രോത്തുകൾ, വലിയ വലിയ ഗ്രോത്തുകൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അത് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ദീപിക പടുക്കോണിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കയറി അപ്പുവിനെ വിളിച്ചപ്പോഴും ഒരു ചെറിയ കുട്ടിയുടെ എനർജിയിലാണ് അപ്പു എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞതും ആ ഒരു എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്തത്. ഇപ്പൊ ജീവിയാണെങ്കിലും ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ കോള് വരിക, ആശാനെ ഞാനൊരു സിനിമ ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ചെയ്യാറൊന്നുമില്ല, കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവൻ അങ്ങനെ ഓർത്തെടുത്ത് വിളിക്കാറുണ്ട്. അതെനിക്ക് വളരെ രസമായി തോന്നാറുണ്ട്. അവൻ എന്നെ ആശാനെ എന്നാ വിളിക്കുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ അവന്റെ വലിയൊരു ഫാനാണ്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് വലിയ വലിയ നർമ്മമാക്കാനുള്ള ഒരു വലിയ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ്. എനിക്കൊന്ന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെയാണ് അവര് രണ്ടുപേരും വളരെ സ്വീറ്റ് ആയിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ രണ്ടുപേരും കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക എനർജിയാണ്. അവർ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവരുടെ ഒപ്പമുള്ള വീഡിയോസ് കാണുമ്പോഴൊക്കെ നിങ്ങൾ അത് കാണുന്നുണ്ടാവും. ആ ഒരു എനർജി തന്നെയാണ് അവരുടെ സ്ട്രെങ്ത്. എന്നും ഈ ഒരു എനർജി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ. ജിപിക്കാരും അയ്യോ ഇന്ന് വിളിക്കണം വിളിക്കണം എങ്ങനെയുണ്ടെന്നൊരു ചോദ്യം കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്. അല്ല അതില്ല, ജീപ്പ ചേട്ടൻ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ വരുമ്പോ തന്നെയുള്ള ഒരു എനർജി, ഒരു സന്തോഷമുണ്ട്. സീരിയസ്ലി ഉണ്ട്. ഞാൻ അമ്മയുടെ ഞാൻ അമ്മയുടെ തിരിച്ചിറങ്ങി പോകുമ്പോ വരുമ്പോ ഓറ തിരിച്ചു പോകുമ്പോ കൂറ. അല്ല ഞാൻ അമ്മയോട് പറയായിരുന്നു എനിക്കിങ്ങനെ അവരെ കാണാൻ കൊതിയാ. ഞാൻ അങ്ങനെ റെഡി ആകുമ്പോ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ജീപ്പി ചേട്ടൻ പറഞ്ഞ ഭയങ്കര വലിയ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അത് ഭയങ്കര ജെന്യുവൻ ആയിട്ട് നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഫീല് തന്നെ. എന്താണ് ആശാനെന്ന് വിളിക്കാനുള്ള കാരണം? എന്റെ സീനിയർ അല്ലേ. അങ്ങനെ നോക്കുമ്പം ആദ്യം ഈ കാഷ്വൽ ആയിട്ട് വർത്താനം പറയുന്നവർക്ക് അത് ജി പി ഗാരുവിനുള്ള ഫാൻസ് ആ ഡീഫോ ഡാൻസ് ഉണ്ടാക്കിയ ഓളം ഭയങ്കരമല്ലേ. അത് കുറെ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ അതേപോലെ എനിക്ക് അങ്ങനെ കാഷ്വലി സംസാരിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആശാനെ ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ വിളിച്ച തുടങ്ങി. എടാ ഞങ്ങളൊരു ഷോ ചെയ്യാൻ പോയപ്പോൾ എടാ എന്ന് ആശാനെ എന്ന് വിളിച്ചാൽ തുടങ്ങി. അതിപ്പോഴും ഞങ്ങൾ 3 ദിവസം കല്യാണത്തിന് ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങള് ലാസ്റ്റ് കണ്ടതും ജീവിച്ചേണ്ട കല്യാണത്തിന്. അതിന് 2 ദിവസം മുമ്പ് ഞങ്ങളോട് ഉണ്ടായിരുന്നു. ഹൽദി, സംഗീത, കല്യാണം 3 ഉണ്ടായിരുന്നു. ഈ സെയിം നമ്മുടെ കയറി വരുമ്പം ഒരു ചിരിച്ച മുഖത്തോടുകൂടി ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞ് ചിരിക്കാൻ. വിളിക്കാത്ത പിന്നെ കല്യാണമല്ല വീട് ഹൗസ് വാമിങ്ങിന് പോയി ഭക്ഷണം കഴിച്ചതൊക്കെ വേറെ ആരും ചെയ്യാത്ത കാര്യമായിട്ട് ഞങ്ങള് ട്രിപ്പ് പോയായിരുന്നു. വാഗമൺ. ഞാനുണ്ടായിരുന്നു, ജിപി ഉണ്ടായിരുന്നു, ജീവ ഉണ്ടായിരുന്നു, ദിവ്യ ഉണ്ടായിരുന്നു. പിന്നെ ജിപിയുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് പയ്യൻ. അതുപോലെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടു. കൊണ്ടുപോകത്തില്ലല്ലോ. വഴി തെറ്റിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. ഫുൾ വഴി പ്രോപ്പർ മെയിൻ റോഡിൽ കൂടെ അല്ല പോന്നെ. ഞങ്ങളുടെ കൂട്ടത്തിൽ വിശപ്പിന്റെ അസുഖമുള്ള ദിവ്യ പിള്ളേ കാറിൽ നിന്ന് അലറാൻ തുടങ്ങി. സാഹി കേട്ടിട്ട് ഞങ്ങൾ എവിടെന്നെങ്കിലും കഴിക്കാം. അപ്പൊ ഇങ്ങനെ നടക്കുക കേട്ടോ. നടക്കൂല. കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ഞാനിങ്ങനെ വെള്ളത്തോട്ട് നോക്കിയപ്പോഴേ ഞാനിങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് നിസ്സഹായനായിട്ട് ഇങ്ങനെ ഇരിക്കുക വണ്ടി ഫുൾ ലൈറ്റ്സ് ഒക്കെ. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞേ അവിടെ പോയി നൈസായിട്ട് ഭക്ഷണം കഴിച്ചാലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ജിപി ശരിയാന്ന് പറയുകയും ചെയ്യും. പിന്നെ കേൾക്കുന്ന ബ്രേക്കിന്റെ സൗണ്ടാ. നൗഫല് പോയാലോ വെറുതെ ഇരിക്കും. നമ്മള് വെറുതെ പറഞ്ഞല്ലേ നിങ്ങളെ കണ്ട ആരെല്ലാം എന്തായാലും ചോദിക്കും. അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ചൊരു പ്ലാൻ ഇട്ടു. ആ വീടിന്റെ മുമ്പിൽ പോയി വണ്ടി നിർത്താം, വഴി ചോദിക്കാം. ജീപ്പി ഞാനിവിടെ തലയിട്ടിട്ട് വാഗമണിലേക്ക് അപ്പൊ ആരെങ്കിലും ഒരാള് അപ്പൊ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാള് ജീപ്പി അപ്പൊ ജീപ്പ് നോക്കി തിരിച്ചോണം. എന്താ ഇവിടെ പരിപാടി? അപ്പൊ അവർക്ക് ഇൻവൈറ്റ് ചെയ്യല്ലോ. അപ്പൊ ആദ്യം ഒന്ന് വേണ്ടെന്ന് പറയാം. അങ്ങനെ ആദ്യം നമ്മള് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തു, റിവേഴ്സ് എടുത്തു, നിർത്തി. ഞാൻ ജീപ്പി തലയിട്ടു. ചേട്ടാ അപ്പൊ ഏതോ ഒരു ചേട്ടൻ എന്താ ചേട്ടാ ഭാഗം വേണോ ഭാഗം. അങ്ങനെ ഞങ്ങൾ വഴി ചോദിച്ചു. അപ്പൊ പുറകെ നിന്ന കുറച്ച് കുട്ടികളല്ല ഒരു അമ്മൂമ്മ പ്രായമുള്ളൊരു അങ്ങനെ ഞങ്ങളെ തെറ്റിച്ചത് ഇവര് പിന്നെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തില്ല. അപ്പൊ ഞങ്ങള് തന്നെ എന്താ പരിപാടി വീട് ചേട്ടാ കൺഗ്രാറ്റ്സ്
ഭക്ഷണം കഴിക്കുന്നോ? ഇല്ലേട്ടാ വിശക്കുന്ന ഇല്ല കഴിച്ചിട്ട് പോവാം ഞങ്ങൾ. പിന്നെ ഹൗസ് ടൂറായി ഭക്ഷണം കഴിച്ചു. പക്ഷെ ഇറങ്ങായിരുന്നു ഞങ്ങൾ പറഞ്ഞോ ചേട്ടാ ഞങ്ങൾ വിശക്കുന്നിട്ട് വഴി തപ്പി പോവായിരുന്നു. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങളോട് ചോദിച്ചല്ലോ ഭക്ഷണം തന്നല്ലോ, ഒത്തിരി സന്തോഷമുണ്ട്, ഇനിയും പോകുമ്പോ ഇടക്കിടക്ക് കയറാം. ചേട്ടാ കയറോ? ഞങ്ങൾ അങ്ങനെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാ വിളിക്കാത്തവരടുത്ത് പോയി അത് ഭയങ്കര ഫുൾ ഓൺ അതുപോലെ തന്നെ സംഭവം നടന്നു. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചെയ്തിട്ടുണ്ടെങ്കിലും ചിക്കൻ കറി, ബിരിയാണി റൈസ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ സാലഡ് ഇതൊക്കെ ഞങ്ങൾ വെട്ടി കഴിച്ച് വിശന്നിട്ട് ദിവ്യ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഫുഡ് കിട്ടി ഞാൻ കഴിക്കാൻ പോവാ. ഞങ്ങള് ഹൗസ് ടൂറിന് പോവാ, ദിവ്യ താഴെ ഇരിക്കുക മുമ്പിൽ. അതാണ് അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാട്ടോ ജീപ്പി. അല്ല പിന്നെ ജീപ്പി ചേട്ടൻ പറഞ്ഞ റെഗുലറായി കോണ്ടാക്ട് ഒന്നുമില്ല, പക്ഷെ എന്നാ എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും വിഷമം ഉണ്ടല്ലോ എല്ലാത്തിനും ഉണ്ട്. ഇപ്പൊ ഈ റെഗുലറായി അങ്ങനെ കണക്ഷൻ ഇല്ലാത്ത ബന്ധങ്ങള് ഉണ്ടോ? അങ്ങനെ നമ്മുടെ മിക്കവാറും നമ്മള് വളരെ ക്ലോസ് സർക്കിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ ജീപ്പി ഉണ്ട്. പക്ഷെ നമ്മള് എല്ലാ ദിവസവും വിളിക്കുന്നില്ല. നമുക്കിപ്പോ നമ്മുടെ ഇത്രയും സുഹൃത്തുക്കളിൽ 1-2 പേരേ ഉള്ളൂ ഡെയിലി എങ്കിലും വിളിക്കും. അങ്ങനെ എല്ലാവരും ഡെയിലി വിളിക്കത്തുമില്ല. പല ജോലിയുള്ളവരാ, അവർക്കറിയാം നമ്മൾ ഇന്നടത്തുണ്ട്, അവർ ആ സ്ഥലത്തുണ്ട്, അവരവരുടെ കാര്യങ്ങളിലാണ്, നമ്മൾ നമ്മുടെ കാര്യങ്ങളിലാണ്. ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ നമ്മൾ ഒരു കോളിന് അപ്പുറത്തുണ്ട്. ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എവിടാ കഴിച്ചോ, എവിടെ പോവാ, ഇതൊന്നുമില്ല. എവിടാ മാറി നീ എന്താ 2 ദിവസം ഇതിനെ കണ്ടില്ല, എടാ കുറച്ച് ബിസി ആയിപ്പോയി, എന്നാ ഇടയ്ക്ക് മെസ്സേജ് അയക്കടാ, അത്രേ ഉള്ളൂ. അല്ല ഡെയിലി എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളില്ലേ, എന്നാൽ എല്ലാവർക്കും അറിയാം ഇത്. അതുകൊണ്ട് ഒരു പ്രശ്നമല്ല, സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ശരി, ഇപ്പൊ രണ്ടുപേരും ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ഒക്കെ ആയി തിരക്കൊക്കെ ആയ സമയത്ത് അങ്ങനെ പോയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ ഞാനൊക്കെ ആദ്യ സമയമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തിരക്കാണെന്ന് എങ്ങനെ പറയും എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു വന്ന ആ സമയത്ത്. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്നതിനൊക്കെ മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമില്ല. അതിപ്പോ നമ്മള് ഒന്നും നമ്മുടെ കാര്യങ്ങൾ അറിയത്തില്ല, രണ്ടവർ ആദ്യം പറയാൻ പോകുന്നത് നീ ഇപ്പൊ ചാനലിൽ കയറിയില്ല, നീ വലിയ ആളായിക്കണം, അപ്പൊ നീ ഇപ്പം ഇന്റർവ്യൂ ഒക്കെ ചെയ്ത സ്റ്റാർ ആയില്ലേ, ഇപ്പൊ നീ അതിന്റെ അങ്ങനെ അവർ വിചാരിക്കുള്ളൂ. ഇപ്പൊ ചില ആൾക്കാർ വിഷ് വീഡിയോ ഒക്കെ വിളിക്കും, അവർക്ക് അത് അവരുടെ വിഷ് വീഡിയോ. നമുക്ക് ടു ബി വെരി ഫ്രാങ്ക്, നമ്മൾ ഇഷ്ടം പോലെ വിഷ് വീഡിയോ ചെയ്ത് കൊടുക്കും, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവർക്ക് ഞാൻ അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഞാൻ ആജന്മ ശത്രുവാണ്. അവനൊരു വിഷ് വീഡിയോ ചോദിച്ചിട്ട് തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം എത്ര വിഷ് വീഡിയോ എടുക്കും, എത്ര വിഷ് വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പൊ വിചാരിക്കും ഇപ്പൊ താഴെ കമന്റ് ഉണ്ടാവും, ഇവനോടൊക്കെ ആരാ വിഷ് വീഡിയോ ചോദിക്കുന്നത്, അതുകൊണ്ടാവും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിസിനസ്. അത് ചില സമയത്ത് ജാടയാണെന്ന് നല്ലതെന്ന് പറയത്തില്ല. ആ ജീവച്ചേട്ടന്റെ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ എടുത്ത് പറഞ്ഞു ജാട, ഞാൻ പറയാം എല്ലാരും ഇങ്ങനെ ജാടയാന്നൊക്കെ പറയണൂന്ന് പറഞ്ഞ ജാടയാന്ന് പറഞ്ഞോട്ടെ കുഴപ്പമില്ല, പിന്നെ അവൻ ജാടയാ, അവൻ തരൂല, അതാ ഏറ്റവും സേഫ്. അവൻ ജാടയാ, അവനെ അപ്രോച്ച് ചെയ്യണ്ട. ഓക്കെ സന്തോഷം. നമ്മളിങ്ങനെ അതെ. ഇപ്പൊ പൈസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു നേരത്തെ. ഒരു 3 things ചോദിക്കുകയാണെങ്കിൽ ടു സേവ് മണി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാ നിങ്ങൾ പൈസ സേവ് ചെയ്യാൻ നോക്കാറ്? ജീവ ലെഫ്റ്റ് ദ ചാറ്റ്. പൈസ പിന്നെയും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, വീട്ടില് സേവ് ചെയ്യുന്നത് അപ്പുവാ. അക്കാര്യം ജീവയാണ് മോസ്റ്റ്ലി ബിൽസ് പേ ചെയ്യുന്ന ആള്. അപ്പം പേയ്മെന്റ് ഒക്കെ ജീവനെടുത്ത് വന്നാലും പേയ്മെന്റ് വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, മറ്റേ റെന്റ്, മറിച്ച റെന്റ്, അത് ഇത് ലോണ്, അത് ഇതൊക്കെ EMIs ഒക്കെ ഉണ്ടല്ലോ. ഒന്ന് അപ്പോയിന്റിനകത്തുനിന്ന് പോകും. ആ EMI ഒരെണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം വീടിന്റെ ബിൽസ് ഒന്നും ഞാനല്ല നോക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വൈഫൈ റീചാർജസ്, എല്ലാ കാര്യങ്ങളും എല്ലാം ലൊട്ടിലൊടുക്കും ഞാൻ. എന്റെ ഇത് അങ്ങ് പോകും. ജീവയുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തേക്കുന്നതുകൊണ്ട് എല്ലാം പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് വരുന്നതെല്ലാം എന്റെ പോക്കറ്റിൽ. അങ്ങനെ തന്നെ ഇരിക്കും. എന്നിട്ട് എന്നോട് കടം ചോദിക്കുന്ന ആലോചിച്ച് നോക്കി. കടമല്ല എനിക്ക് എന്ത് വാങ്ങിച്ചതാ, അതിനെന്താ മോള് വാങ്ങിച്ചോ, ക്രെഡിറ്റ് കാർഡ് എടുത്തു കൊടുക്കും. എന്നിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലും അടക്കണം. ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാറാവുമ്പോ പക്ഷെ അങ്ങനെ ഒരാളുടെ ചെലവാക്കുന്ന ഒരാളുടെ സേവ് ചെയ്യുന്ന നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു
പിടിവള്ളിയുണ്ട്. ആ. അതായത് അയ്യോ അയ്യോ ഒന്നുമില്ലോ അങ്ങനെയല്ല. കാര്യം അതുകൊണ്ട് നമ്മൾക്കിപ്പം എമർജൻസീസ് എന്ന് പറയുന്നത് നമുക്ക് മിക്കപ്പോഴും വരുന്നത് മെഡിക്കൽസ്, അതൊക്കെയാണ് നമുക്ക് എമർജൻസി. നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഷോപ്പിംഗ് നമ്മൾ നമുക്ക് നേരത്തെ ഒരിക്കലും എമർജൻസി അത് മാത്രമല്ല അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. കയ്യിലുള്ളത് അപ്പാടെ എടുത്ത് ചിലവാക്കാൻ ഇത്ര സേവ് ചെയ്യണം, ഇത്ര വരും, അപ്പൊ അതിനകത്ത് ഇത്ര എടുത്ത് മാറ്റി വെച്ചാൽ ഇന്ന ദിവസം ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പൊ അൺഎക്സ്പെക്ടഡ് എമർജൻസീസിന് വേണ്ടിയിട്ടുള്ള സേവിങ്സ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യും. ഞാൻ ജീവോട് പറയാറുണ്ട്, ജീവ അത് നമുക്ക് എപ്പോഴും വേണം, നമുക്ക് പറയാൻ പറ്റില്ല നാളെ നമുക്ക് എന്താ വരാന്നുള്ളത്. അപ്പൊ അതിനുള്ളൊരു ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സേവിങ്. അല്ലാണ്ട് ഓക്കെ വലിയൊരു മാൻഷൻ മേടിക്കണം, ബംഗ്ലാവ് മേടിക്കണം, അതിന് വേണ്ടി ഇത്ര അങ്ങനെയൊന്നും നമ്മൾ സേവ് ഒന്നും ചെയ്യാറില്ല. അതൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും കാറ് വാങ്ങിച്ചു കൊടുത്ത വീഡിയോ അപ്പോഴാണ് ശരിക്കും ചേച്ചിയുടെ അച്ഛനും അമ്മയെ കാണുന്നത്. അയ്യോ ഇങ്ങനെ ഞാൻ ആ വീഡിയോ ഫുള്ള് ഇരുന്ന് കണ്ടു. ഡാഡിക്ക് കാറില്ലായിരുന്നു, അപ്പൊ ഡാഡിക്ക് ഒരു സ്കൂട്ടർ ആയിരുന്നു. ഇപ്പൊ ഡാഡിക്ക് കാലുവേദന വന്നു തുടങ്ങി. അപ്പൊ ഈ സ്കൂട്ടറിലേക്ക് പോവാനുള്ള ടെൻഡൻസി വന്നു. വീണില്ല, വണ്ടി ഇങ്ങനെ ടൂ വീലർ ആകുമ്പോ കാല് നമ്മളിങ്ങനെ കുത്തണമല്ലോ. അപ്പൊ അതിങ്ങനെ വന്നപ്പോഴത്തേക്കും ആളിങ്ങനെ വീഴാനൊക്കെ പോകുന്ന ഇതായി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഒരു കാറ് മേടിക്കാം എന്ന് വിചാരിച്ച് നമ്മളൊരു ഇപ്പൊ പിന്നെ ആ EMI നമുക്ക് അടയ്ക്കാൻ ഉള്ളതുണ്ട്, പിന്നെ ഉള്ളപ്പോ ചെയ്യും. അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പം 2-3 ദിവസമായിട്ടൊക്കെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് കാർ ഓടിച്ചപ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കും, ആ കാറൊക്കെ ഓടിച്ചാണ് വരുന്നത്. കാറ് വാങ്ങിച്ചിട്ട് കാർ എടുക്കത്തില്ല ഇപ്പം. ഞാൻ പോകുന്നില്ല, എനിക്ക് മടിയാ. അപ്പൊ ഞാൻ പറഞ്ഞു ആഹാ EMI അടയ്ക്കും വേണം, എടുത്തോണ്ട് പോടാടി. ജീവചേട്ടൻ അവിടെ പോയിട്ട് തോമസ് ഫാമിലി പറയൂ പറയൂ തോമസ് കുടുംബം. അപ്പൊ ഡാഡി എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഭയങ്കര ഹാപ്പിയായി രണ്ടുപേരും. അവരുടെ പാരന്റ്സിന്റെ കൂടെ ഉള്ള ടൈം സ്പെൻഡ് ചെയ്യില്ല. കാരണം ചേച്ചി പറഞ്ഞിട്ടുണ്ട് അവരെയൊന്നും അങ്ങനെ കൊണ്ടുവരാൻ താല്പര്യമില്ല, കാരണം അവർക്ക് അവരുടേതായ ഫ്രീഡം വേണം. പക്ഷെ നിങ്ങളുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെ എങ്ങനെയാ അവരുടെ കൂടെ? കുറവാണ്, പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നമ്മള് പറ്റുന്നിടത്തോളം ചെയ്യും. കാര്യം നമ്മളിപ്പോ ബിസി ആയതുകൊണ്ടൊക്കെയും ഞാൻ വീഡിയോയിലും ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അത് പേരൻസിനോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം പഴയ പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലാണല്ലോ, രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ വീട്ടിൽ തന്നെയാണ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ബ്രേക്ക് വരുന്നുള്ളൂ. ഇപ്പൊന്ന് വെച്ചാൽ ഫുൾ ടൈം നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടാണല്ലോ താമസിക്കുന്നത്. ഞാനും ജീവയും ഒരു ഫ്ലാറ്റിലും മമ്മിയും ഡാഡിയും അവർ വീട്ടില്. അപ്പം അതിൻ്റെതായ ഒരു ഗ്യാപ്പും ഒരു ബ്രേക്കും ഉണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ജീവോട് പറയും, പക്ഷെ അവരൊക്കെ പ്രായമായല്ലേ, നമ്മൾ കുറെയൊക്കെ അവരുടെ കൂടെ, പക്ഷെ പറ്റുന്നില്ല, നമ്മളുടെ വർക്ക് വെച്ചിട്ട് അങ്ങനെ പറ്റുന്നുമില്ല. അല്ല, അവർക്ക് പറയും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താവുന്നതല്ലേ, അത് അങ്ങനെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുള്ളത് നമ്മൾ പുറത്ത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അവർക്കും അറിയാതെ. ഓക്കെ, അപ്പൊ അവര് പറയും നിങ്ങളുടെ തിരക്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇല്ല ഞങ്ങൾ അങ്ങോട്ട് വരും. അത് ആ ബാലൻസ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മള് നമ്മുടെ ഫ്ലാറ്റിൽ വന്ന് നിൽക്കാൻ പറയും മമ്മീനോട് ഡാഡിയോട്, അവിടെ വന്ന് നിൽക്കാൻ പറയും. അപ്പൊ ഡാഡി പറയും അത് വേണ്ട, വീട്ടിൽ നിന്നോളാം, ഡാഡിക്ക് വീട്ടിൽ തന്നെ നിക്കണം. അങ്ങനെ ഉണ്ടല്ലോ പേരൻസിന്, അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അത് നടന്ന് ഇവിടെ നടന്ന് അത് പിടിച്ച് ഇത് പിടിച്ച് അങ്ങനെയൊക്കെ. അപ്പം അതിൻ്റെതായ ഒരു ഇത്, അല്ലാതെ നമ്മള് കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും വിളിക്കും, വിശേഷങ്ങൾ ചോദിക്കും, അങ്ങനെ കുറെ വേൾഡ് മൊത്തം ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ എത്ര വരെ എത്തി ട്രാവലിംഗ്? ഞാന് 5-8 കൺട്രി, 56 ഞങ്ങൾ ഒരുമിച്ച് ഒരു 5-6 അത്രയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ പോകുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ സ്ഥിരം പോകും. ചിലപ്പോ ദുബായൊക്കെ എല്ലാ വർഷം പോകും. ദുബായും തായ്ലൻഡും അയ്യോ എത്ര പോയാലും മതിയാവില്ല. കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ പറഞ്ഞു, പാടാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വെള്ളിയാഴ്ച തായ്ലൻഡ് പോയിട്ട്, അല്ല ബാങ്കോക്ക് പോയിട്ട് നമുക്ക് 2 ദിവസം അവിടെ ചില്ല് ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ അടുത്തും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, ബാങ്കോക്ക് തായ്ലൻഡ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ പോകുന്നത് കൗണ്ട് പോലും ചെയ്തില്ല. പെട്ടെന്ന് ഇരിക്കുമ്പോ തോന്നും ഓക്കെ തായ്ലൻഡ് അതാണ്. ഗുഡ് ബോയ്സ് ഗോസ് ടു ഹെവൻ, ബാഡ് ബോയ്സ് ഗോസ് ടു ബാങ്കോക്ക്. ശരി. അല്ല ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ പോയി ട്രാവൽ ചെയ്യുമ്പോ യാത്ര ചെയ്യുന്നു, വെറുതെ ഇരിക്കുമ്പോ ഫ്രീ ആയിട്ട് അല്ല അവിടെ പോയി പല പല ഫുഡ് നമ്മള് കഴിക്കുന്നു, അല്ലെങ്കിൽ പല പല ആളുകളെ കാണുന്നു. ഇതൊക്കെ അല്ലാതെ നിങ്ങളെ ട്രാവലിംഗ് ഇത്രയും സ്ഥലങ്ങളൊക്കെ പോയി ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിലിപ്പോ ട്രാവൽ ചെയ്യുമ്പോ ഏറ്റവും മനസ്സിൽ വരുന്നൊരു കാര്യം എന്തായിരിക്കും?
സമാധാനം. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒരിടത്തൊക്കെ പോവല്ലേ, വേറെ ഒന്നിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. വർക്ക്സ്, ഷൂട്ട്, കോൾസ്, ഫൺ, വെറുതെ ഇരിക്കുക, കറങ്ങുക, അതൊക്കെയാ. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. ഞങ്ങൾക്ക് സ്റ്റോറി കാണുക, ട്രാവലിംഗ് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യുന്ന. എനിക്ക് ആ ഇൻട്രസ്റ്റ് തന്നത് മുത്താട്ടം. അത് ഭയങ്കര നല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഓക്കെ മൂന്നാർ, കാട്, വാൽപ്പാറ വഴി, വാഴച്ചാൽ വഴി, വാൽപ്പാറ. വീട്ടില് വൈകിട്ടാവുന്ന എത്ര നേരം വെറുതെ ഇരുന്നില്ലേ, പുറത്തോട്ട് പോയാലോ, എന്നിട്ട് വെറുതെ ഓടി പനമ്പള്ളി വരെ പോയി ഒരു കോസ്റ്റ കോഫി അല്ലെങ്കിൽ ഒരു സ്റ്റാർബക്സ്, ഇതാണ് ജീവൻ. തിരിച്ചു വരും, ട്രാവൽ കഴിഞ്ഞു, വല്ലാത്ത ക്ഷീണം, ഒന്ന് ഉറങ്ങട്ടെ. പിന്നെ ക്രിക്കറ്റ് കളിപ്പിക്കാന്നുള്ളൂ. അയ്യോ ഇന്ന് കളിയുണ്ട്, പെട്ടെന്ന് ഉണ്ട്. എൻ്റെ അടുത്ത് പാർവതി ചോദിച്ചു ജീവടുത്തും അപർണ്ണടുത്തും എന്തെങ്കിലും ചോദിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചോദിക്കാനില്ല. പിന്നെ അവൾ ചോദിച്ചു എന്തെങ്കിലും ചോദിക്കി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പാർവതി അടുത്ത് പറയായിരുന്നു, സാധാരണ എപ്പോഴും ഞങ്ങൾ ട്രയൽ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഷൂട്ടിൻ്റെ തലേന്ന് നിന്ന് ട്രയലുണ്ട്. അപ്പം ഷൂട്ടും ഇല്ലാത്തപ്പോഴാണെങ്കിൽ ട്രയൽ ചെയ്തിട്ട് അത് പറയും ഫോട്ടോ എടുത്താൽ ഷൂട്ടിന് അയക്കട്ടെ. അതുപോലെ അടുത്ത ദിവസം ഷൂട്ടിന് കയറുന്നതിന് മുന്നേ ഫുൾ റെഡി ആയതിനു ശേഷം പറയും നീ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നെ, ഞാൻ ഷൂട്ടിന് അയക്കട്ടെ പറയും. എന്നിട്ട് ലഞ്ച് ബ്രേക്കിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് കയറാൻ അടുത്ത കോള് കയറാൻ നിൽക്കുമ്പോഴത്തേക്കും അപ്പോഴും ജീവ ഒരു വീഡിയോ കോൾ ചെയ്യും കയറുന്നതിന് മുന്നേ. എന്നിട്ട് ഡ്രസ്സൊക്കെ കാണിക്കും, അവിടെയുള്ള കാര്യങ്ങൾ കാണിക്കും. പിന്നെ ജീവയുടെ ഫോൺ യൂഷ്വലി എൻ്റെയോ അല്ലെങ്കിൽ ഷിബയുടെ മേക്കപ്പ് ചെയ്യുന്ന ഷിബയുടെ അവൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഞങ്ങളങ്ങനെ ഷിട്ടുവിൻ്റെ കോൾസ് ഇങ്ങനെ ഒത്തിരി ഒന്നും കാണില്ല. കോൾ വരും, പക്ഷെ അങ്ങനെ ഒത്തിരി കോൾ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അത്ര സാധാരണ ഭാര്യമാരാണല്ലോ കുറേ വിളിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അത്ര ഒരു ഇൻസെക്യൂരിറ്റി ഇല്ലാത്ത കൊണ്ടായിരിക്കും അങ്ങനെ ആവശ്യമില്ലാത്ത കോഴ്സൊന്നും ഇല്ലാത്തത്. ഒരു ബാർ ചോക്ലേറ്റ് കിട്ടിയാൽ 2-3 ഞങ്ങൾക്ക് തരും, എന്നിട്ട് ബാക്കി ഇഷ്ടം വീട്ടിൽ കൊണ്ടുപോകും. ഇതൊക്കെ ഞാൻ കണ്ടുള്ളതാ. എനിക്ക് അറിയാനുള്ളത് ഈ ഒരു ബോണ്ടിങ്ങിന്റെ പുറകിലുള്ള ചെയ്ത വികാരം എന്താ. അതുപോലെ ആരാണ് കൂടുതൽ ഡിപ്പെൻഡന്റ്? അതിങ്ങനെ കഥ പോലെ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊന്ന് റെക്കോർഡ് അഞ്ജലി ഡ്രാമ ജൂനിയേഴ്സ് മുതല് എന്റെ അഞ്ജലി ചേച്ചിയാണ് ജീവച്ചേണ്ട എല്ലാ കോസ്റ്റ്യൂംസും എല്ലാ കോസ്റ്റ്യൂംസും ഇപ്പൊ കുറെ ഹാൻഡ് എംബ്രോയിഡറി പരിപാടിയൊക്കെ ആയിട്ട് ജീപ്പിയുടെ കല്യാണത്തിന് ഇട്ട ആ ഹിന്ദി എഴുത്ത്, ആ ഷർട്ടിന്റെ ഉള്ള എല്ലാം ഇത് അവളുടെ അല്ല. പക്ഷെ എല്ലാം നല്ലോണം ചെയ്യും, നല്ല സ്റ്റൈലിംഗ് ആണ്. ബോയ്സ് എസ്പെഷ്യലി നിങ്ങളുടെ എന്തെങ്കിലും സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ സ്റ്റൈലിസ്റ്റ് ആണ്. അടിപൊളിയാ. എന്താ പറയുന്നത്, അതാണ് അഞ്ജലി. നല്ല രസം വർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ പറയുന്ന സജഷൻസ് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ. ചില സ്റ്റൈലിസ്റ്റുകൾക്ക് അവരുടെ സാധനം തന്നെ തലയിൽ, ഞാൻ പറയാം എനിക്ക് ഒരു കംഫർട്ടബിൾ സാധനമുണ്ട്, അതിൽ എത്ര ഡിഫറെന്റ് ആക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. അഞ്ജലി ചേച്ചി പറഞ്ഞപ്പോ അഞ്ജലി ചേച്ചി അതിന് മുമ്പ് പറഞ്ഞത് കേൾക്കണം. ഊണിലും ഉറക്കത്തിലും ഈ ഫോട്ടോ എടുത്ത് ഷിറ്റുവിന് അയച്ചു കൊടുക്കുക, ഈ ഫോട്ടോ എടുക്ക്. അതും നമ്മൾ അല്ലേ, അത് നമ്മൾ കൂടെ ഉള്ളപ്പോഴേ, ഇല്ലാത്തപ്പോഴാണ് നമ്മള് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പറയും. അതാ ഞാൻ ഫോട്ടോ എടുക്കും, അയച്ചു കൊടുക്കാൻ പറയും. ഇല്ലാത്തപ്പോഴാണ് നമ്മള് എപ്പോഴും ഒരാൾക്ക് സമാധാനവും കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പക്ഷെ പോകേണ്ട സ്ഥലവും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സമാധാനം കൊടുക്കണമെന്നല്ലേ. ബാങ്കോക്കൊക്കെ പോയാൽ ഞങ്ങള് ബോയ്സ് ട്രിപ്പ് പോയപ്പോ പോകുമ്പോ ഞാൻ വിളിക്കാറില്ല, അങ്ങനെയൊന്നും ഞാൻ വിളിക്കാറില്ല. പക്ഷെ ചിലയിടത്തൊക്കെ പോകുമ്പം എനിക്ക് തോന്നും ഒന്ന് വിളിച്ചേക്കാം. വീഡിയോ കോൾ ഒന്നും ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വീഡിയോ കോൾ. ഞാൻ കണ്ടിട്ടുണ്ട് ചില ഭാര്യമാര്
ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ആ വിളിച്ചിട്ട് പറയും, അവന്മാര് ഞാൻ വിളിച്ചിട്ട് പറയും വേരികിനെ പോലെ ഓടുന്നു. അപ്പൊ എവിടെ ഇന്ന സ്ഥലം പറയും, കട്ട് ചെയ്തിട്ട് വീഡിയോ കോൾ വിളിക്കുക, എവിടെയാന്ന് കാണിക്കുന്നൊക്കെ. ഞാൻ എന്റെ ദൈവമേ എന്താണിത്, ഞാൻ ജീവനോട് പറയാം കണ്ട ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ കലക്കിയനെ അവിടെ അതെ, കണ്ടോ കലക്കിയനെ, കലക്കി അവിടെ ഇരുന്നാലേ വീട്ടില് കലങ്ങിയനെ. സമാധാനമാണ്. അത് അതെ. നമ്മളൊരു കാര്യം പറയാം, ഞാൻ ഷൂട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിലാണെന്നും കേട്ടിട്ടത് മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടല്ലോ, അതിനനുസരിച്ച് പെരുമാറുന്ന അതില് ഇറ്റ്സ് വെരി ഗുഡ്. ഒരു തരത്തിലുള്ള സമാധാനക്കേടും അങ്ങനത്തെ ഒന്നും സമാധാനക്കേടൊക്കെ തരാറുണ്ട്. അങ്ങനെ വിളിച്ച എവിടെയാ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും തോന്നി അത് പറയും. ഈയിടെ പൊസസീവ്നെസ് കുറച്ച് കൂടുന്നുണ്ട്, അതല്ലാതെ മത്തപടിയൊക്കെ ഓക്കെ. അത് ജീവിച്ചതിന് ഗ്ലാമർ കൂടുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല പിന്നെ ഡിപ്പെൻഡന്റ് ഞാനാണ്. കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കും, എനിക്ക് ഫുഡ് അതാണ് എന്റെ ധൈര്യം, ഇതിന് ഞാനില്ലാതെ പറ്റത്തില്ല. അത് നീ മാറ്റി, അതാണ് നിന്റെ ധൈര്യം. ഞാൻ മാറും. ചായ കുടിക്കണമെങ്കിൽ വേണം കോസ്റ്റ്യൂംസിന്. ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ഇത് മതിയോ കണ്ണാടി വെക്കണോ എല്ലാം ചോദിക്കും. പിന്നെ ഇന്ന് ചോദിക്കാൻ വന്നേ സത്യമുള്ള കാര്യമാണ് ചോദിക്കാൻ വന്നത്. ഞാനാണ് കഷ്ടപ്പെട്ട് മസ്കാര ഇട്ടോണ്ടിരിക്കുക. എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ മസ്കാര ഇടുന്ന കണ്ടൂടെ. എന്നിട്ട് മസ്കാര ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഏതിടണം എന്നാ ചോദിച്ചതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഡിപ്പെൻഡ് ഞാനാ. ഫുഡ് ഞാൻ ഒരു സാധനം എടുത്തു പോലും കഴിക്കില്ല. അയ്യോ അത് ഭയങ്കര വർക്ക് ഇല്ലെങ്കിൽ ഞാൻ കുറ്റം പറഞ്ഞേ. മടിയുടെ അല്ല, ബേസിക് ആയിട്ട് നമ്മള് വിശന്നാൽ, വിശപ്പാണ് നമുക്ക് ബേസിക് വരുന്ന ഒരു സാധനം. വിശന്ന് കഴിഞ്ഞാലും ഒരാള് നമുക്ക് മടിയിൽ കൊണ്ടുവന്ന് തരണോ ഭക്ഷണം? നമ്മൾ പോയി അറ്റ്ലീസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ, അതുപോലും ചെയ്യത്തില്ല. നിങ്ങൾ കാണുന്ന ജീവ അല്ല റിയൽ ജീവ. ചോക്ലേറ്റ് ഒക്കെ അവർക്കൊക്കെ ഒന്നും എടുത്തിട്ട് ബാക്കി എല്ലാ ഷിട്ടൂനും ഉണ്ടോ? അതൊക്കെ കൊണ്ടുപോകും. കാര്യം ഭക്ഷണം എടുത്ത് തരണമല്ലോ. ചോക്ലേറ്റ് അല്ല മെയിൻലി, അവർക്ക് അവിടുന്ന് ഫുഡ് കിട്ടും രാത്രി ഡിന്നർ. അപ്പൊ ഞാൻ ജീവനോട് അവിടെ നിന്ന് എനിക്ക് കഴിക്കാം, പക്ഷെ ഞാൻ കഴിക്കില്ല. ഞാൻ അത് പൊതിഞ്ഞു കെട്ടി ശ്രീകൃഷ്ണനെ കാണാൻ കാക്കിലും അവലുമായിട്ട് കുജയിലും വന്ന പോലെ ഞാനും വരും. പക്ഷെ അൽഫാമാന്നേ ഉള്ളൂ. വന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. ഓക്കെ. വലിയ അഞ്ജലിച്ചോട് സംസാരിച്ചപ്പോ ജീവച്ചേട്ടന്റെ വേറെ കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു. സെറ്റിൽ കേറുമ്പോ തൊട്ട് ഇറങ്ങി വീട്ടിൽ പോകുന്ന വരെയും ജീവ അങ്ങനെ തന്നെയാണ്. അല്ല ഇപ്പൊ പല ഇന്റർവ്യൂസിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു, പലരിൽ നിന്നും പഠിച്ചു. പക്ഷെ ഈ പഠിക്കല് നമുക്ക് എപ്പോഴും നിർത്താൻ പറ്റില്ലല്ലോ. ഇനി പഠിക്കും, അടുത്ത ആൾ വേറെ പഠിപ്പിക്കാൻ വരുന്നുണ്ടാവും. അങ്ങനെ ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞു, ലൈഫ് ഇങ്ങനെ ഓരോന്നോരോന്നോരോ തന്നുകൊണ്ടിരിക്കും. അതെപ്പോഴും ആ ഫിൽട്ടർ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓരോരുത്തർ നമ്മുടെ പ്രശ്നമാണോ അവരുടെ പ്രശ്നമാണോ, ചിലർ നമ്മുടെ കൂടെ ഉണ്ടാവും, ചിലർ നമ്മളോടൊപ്പം വിട്ടുപോകും. അത് അവരുടെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ ലൈഫിന്റെ ഒരു ബാലൻസാണ്. അതത്ര അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോരുത്തരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കും. ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഉണ്ടാവും. അതെ, ഞാനിപ്പോ ഇങ്ങനെയൊക്കെ തുടങ്ങി. എനിക്ക് അതെ, ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ പഠിച്ചില്ലേ, നീ വരരുത് ഇങ്ങോട്ട്. എനിക്ക് ഇനിയും പഠിക്കണം. ഞാൻ പഠിക്കാതാണ് അടങ്ങൂലേ. അടുത്ത ഓണത്തിന് ഇപ്പൊ തന്നെ എന്തോരം കാര്യങ്ങള് ഒരു സ്ഥലത്തുനിന്ന് മാറി പിന്നെ ഒരു ബ്രേക്ക്, അതിനുശേഷം ഒറ്റയ്ക്ക് ഒരു ചാനൽ തുടങ്ങുക, അതിലേക്കൊക്കെ ധൈര്യമുള്ള ആളായില്ലേ. ഇതിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ചിലപ്പോ നിനക്ക് ഒത്തിരി സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷെ ഇത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും. ബിക്കോസ് ആരോടും ഒന്നും പറയണ്ട, ആരോടും ഒന്നും ബോധിപ്പിക്കണ്ട, ഇറ്റ്സ് യു ഓൺലി. അപ്പൊ അതിൻ്റെതായ ഒരു സുഖമുണ്ട്, അത് നിനക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അപ്പോ എനിക്ക് നന്ദിയൊക്കെ പറഞ്ഞ ഫോർമലായി ഇനി വരാനുള്ള ഇതുവരെ കണ്ട പാറുവല്ല ഇനിയും കാണാൻ പോകുന്ന പാറു ഒരുപാട് 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 വളരട്ടെ. ബബ്ലു വലിയൊരു ബബ്ലു ആവട്ടെ. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു തുടക്കം മാത്രം. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞങ്ങളെ കൊരവിടാരെല്ലാം ഉണ്ടോ? ഞാൻ തന്നെ പോരെ, അത് ഓഴി. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് തിരിച്ചു തന്നു. അപ്പൊ അതങ്ങനെ എടുക്കാല്ലോ ചേച്ചി, നമ്മളൊരു ഇല്ല. അപ്പോ
ഞങ്ങളെ അപ്പോ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട്. സമയം അതൊന്നും ഞാൻ പറയുന്നില്ല, വന്നല്ലേ പറ്റുള്ളൂ. മോളോ അല്ലെങ്കിൽ അനിയത്തി ചാനൽ തുടങ്ങുമ്പോൾ വരേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലേ നിങ്ങൾക്ക്? അപ്പൊ എന്തായാലും വന്നേ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു പ്രസൻസ് എന്റെ ഹാപ്പി ഫ്രെയിംസിൽ കൊണ്ടുവരാൻ പറ്റിയതില്. അപ്പോ എന്നെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാ. ഇനിയും ഞാൻ വിളിക്കും, ശല്യം ചെയ്യാൻ. ഞാൻ അനുഗ്രഹിച്ചത് ഹൈഫൈ ഒന്നല്ല, ഞാന് അനുഗ്രഹിച്ചു. ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ഇതുവരെ ചെയ്തില്ല അല്ലേ? അപ്പൊ ഇറങ്ങി എല്ലാ കാര്യവും ചാനലിൽ ലിങ്ക് അയച്ചു തന്നോ? അയ്യേ, ചാനലിൽ ലിങ്ക് അയച്ചു തന്നോ? ചാനലിൽ ലിങ്ക് അയച്ചു ലിങ്ക് അയച്ചു തന്നില്ല. തന്നില്ല. ഞാൻ വേറെ ചാനൽ ലിങ്ക് അയച്ചു തന്നില്ല. നമ്മൾ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കണും അമർത്തും, ഷെയറും ചെയ്യും. അതെ, ഞങ്ങള് ഇനി വരും ചെയ്യും. അതെ, ഇത് മാത്രമല്ല, ഞങ്ങൾ ഇനിയും വരും. ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾ വരും. ഓക്കെ, താങ്ക് യു. ബൈ.